ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴവും ഗോതമ്പൊടിയും വെച്ചിട്ട് എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ വീട്ടിലുള്ള 3-4 ചേരുവ മാത്രം മതിയാവും ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ശർക്കര അവിടെ മെൽറ്റായി വരുന്ന സമയം കൊണ്ട് വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്കൊരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു ഉള്ളിയും ചെറുതായിട്ട് കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് വരട്ടെ. ഈ ഒരു സമയം പാകത്തിന് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിയും തേങ്ങാകൊത്തൊക്കെ ചെറുതായിട്ട് കളറ് മാറി ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പഴം കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതിയാവും. ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പഴുപ്പ് കൂടിപ്പോയിട്ടുള്ള പഴത്തിനേക്കാളും നല്ലത് പാകത്തിന് പഴുത്തിട്ടുള്ള ഇതുപോലെ നിൽക്കുന്ന ഈ ഒരു പഴമാണ് ഇതിലേക്ക് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ പഴം കൂടുതൽ അളവിലുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ പഴമൊക്കെ ഏകദേശം കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി സ്നാക്കിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചിട്ടുള്ള ഏലക്കായാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു വൈറ്റ് കളറിലുള്ളത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ എള്ളാണ്. കറുത്ത എള്ള് കയ്യിലുണ്ടെങ്കിൽ എള്ള് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ പൊടി കയ്യിലുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി നല്ല ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാനും മറക്കരുത്. ശർക്കരപ്പാനി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ചെറിയൊരു ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുക്കാം. ഒരുപാട് കട്ടിയായിട്ട് പോവുകയും വേണ്ട, എന്നാൽ ഒരുപാട് ലൂസായിട്ട് പോവുകയും വേണ്ട. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള പഴവും ഉള്ളിയും തേങ്ങക്കൊത്തും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സിൽ നിന്ന് ഒരു 1/4 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി 1/4 ഭാഗം അവിടെ മാറ്റി വെക്കാം. അവസാനം ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ചുട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചട്ടി നല്ല ചൂടായിട്ട് ഇരിക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെയും തേങ്ങാക്കൊത്തിൻ്റെ മിക്സിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് മുകളിലൊന്ന് വിതറി കൊടുക്കാം. ഇനി അടച്ച് വെച്ച് 1 മിനിറ്റിനടുത്തായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വെക്കാം. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ മുകൾ ഭാഗമൊക്കെ നല്ല സെറ്റായിട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചട്ടിയിൽ നിന്ന് മാറ്റാം. നല്ല ആരെടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി അപ്പമാണ്. മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം. ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ഇനി എളുപ്പത്തിന് വേണമെങ്കിൽ പരന്നിട്ടുള്ളൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കുകയും ചെയ്യാം. പെട്ടെന്ന് പണി തീരുകയും ചെയ്യും. ഇങ്ങനെ ആയാലും ചീനച്ചട്ടിയിലായാലും പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. നല്ല ആരെടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.